മുഖ്യമന്ത്രി ഒരു ഇടവേളയ്ക്ക് ശേഷം കാണുകയാണ്. സജിത്തിലേക്ക് വരാം. ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം രാജ്യത്താകെ ശക്തമായി തുടരുകയാണ്. ഇതിനു മുൻപ് ഇതുപോലെ നാം സംസാരിക്കുമ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോൾ നാട്ടിലുള്ളത്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 1,21,763 ടെസ്റ്റുകൾ നടന്നു. അതിൽ 22,414 പേർ കോവിഡ് ബാധിതരാണെന്ന് കണ്ടെത്തി. ഇന്നത്തെ മരണസംഖ്യ 22 സംസ്ഥാനത്താകെ ഇപ്പോൾ 1,35,631 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കോവിഡിൻ്റെ രണ്ടാം തരംഗം പ്രകടമായതോടെ ടെസ്റ്റുകളുടെ എണ്ണവും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിരുന്നു. ഏപ്രിൽ 16 മുതൽ 20 വരെ 3,32,305 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ ദിവസങ്ങളിൽ ശരാശരി 17.69% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടായി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശൂർ, എറണാകുളം, കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് താരതമ്യേന കൂടുതലാണ്. ഈ ജില്ലകളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന തോതിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു. ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല. കോവിഡ് മഹാമാരി ഉയർത്തുന്ന ഭീഷണി മനുഷ്യരാശിയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. ലോകത്താകെ ഏകദേശം 30 ലക്ഷം ആളുകളാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരണപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ കോവിഡ് തരംഗം ആരോഗ്യ വിദഗ്ധരുടെ പോലും പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള വേഗം ആർജിച്ചിരിക്കുന്നു. ആശങ്കാജനകമായ സാഹചര്യമാണ് ഉടലെടുക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിക്കുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നത്. മരണങ്ങളുടെയും ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെയും ആശുപത്രി കിടക്കയില്ലാത്തതിൻ്റെയും വാർത്തകൾ വരുന്നു. ഈ വാർത്തകളിലൂടെ ഉരുത്തിരിയുന്ന ഭയാശങ്കകളോടെയല്ല നാം ഈ മഹാമാരിയെ നേരിടേണ്ടത്. ജാഗ്രതയോടെ ഈ രോഗത്തെ മികച്ച രീതിയിൽ തടഞ്ഞു നിർത്താൻ ആകുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ച ജനതയാണ് നാം. ആ അനുഭവ പാഠമാണ് കരുത്താകേണ്ടത്. കേരളത്തിൽ ഒന്നാമത്തെ തരംഗത്തിൻ്റെ സമയത്ത് സ്വീകരിച്ച നയം പരമാവധി ആളുകളെ രോഗം പിടിപെടാതെ സംരക്ഷിക്കുക എന്നതായിരുന്നു. അതോടൊപ്പം രോഗബാധിതരാകുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുകയും വേണം. അതുവഴി രോഗം ഉച്ചസ്ഥായിയിലെത്തുന്നത് പരമാവധി വൈകിപ്പിക്കാനാണ് നാം ശ്രമിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിട്ടും
ഏറ്റവും അവസാനം മാത്രം രോഗവ്യാപനം ഉച്ചസ്ഥായിയിലെത്തിയ സംസ്ഥാനമായി കേരളം മാറി. 11% താഴെ ആളുകൾക്കാണ് കേരളത്തിൽ ആദ്യത്തെ തരംഗത്തിൽ കോവിഡ് ബാധിച്ചത്. ഇന്ത്യൻ ശരാശരി 25%. പല സംസ്ഥാനങ്ങളിലും അത് 40%-നരികിൽ വരെ എത്തി. വയോജനങ്ങളുടെയും കോവിഡ് അപകടകരമാവുന്ന രോഗാവസ്ഥയുള്ളവരുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ടും വളരെ കുറഞ്ഞ മരണനിരക്ക് നിലനിർത്താനും നമുക്ക് സാധിച്ചു. ഒന്നാമത്തെ തരംഗം മറികടന്ന് രണ്ടാം തരംഗത്തെ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രോഗവ്യാപനമുണ്ടായാൽ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ടാകേണ്ട സർജ് കപ്പാസിറ്റി നന്നായി ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, നിലവിലെ സാഹചര്യത്തിൽ നമുക്കാവശ്യമായ ഓക്സിജന്റെ അളവ് 74.25 മെട്രിക് ടൺ ആണെങ്കിലും 219.22 മെട്രിക് ടൺ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 9,735 ICU ബെഡുകളാണുള്ളത്. അതിൽ 901 ബെഡുകളിൽ മാത്രമാണ് കോവിഡ് രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലുള്ള 2,650 ICU ബെഡുകൾ മാത്രം എടുത്താൽ കോവിഡ്, നോൺ കോവിഡ് രോഗികൾ ഉൾപ്പെടെ 50%-നടുത്ത് മാത്രം ഓക്യുപ്പൻസിയാണുള്ളത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 3,776 വെന്റിലേറ്ററുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 277 വെന്റിലേറ്ററുകളിലാണ് നിലവിൽ കോവിഡ് ഓക്യുപ്പൻസി ഉള്ളത്. സർക്കാർ ആശുപത്രികളിലെ 2,253 വെന്റിലേറ്ററുകളിൽ നിലവിൽ 18.2% മാത്രമാണ് ഓക്യുപ്പൻസി ഉള്ളത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ഡിസ്ട്രിക്ട് കോവിഡ് സെന്ററുകൾ എന്നിവയെല്ലാം ചേർന്ന് 2,249 കേന്ദ്രങ്ങളിലായി 1,99,256 ബെഡുകൾ സജ്ജമാണ്. ഇതിനു പുറമെ കോവിഡ് ചികിത്സ നൽകാൻ തയ്യാറായ 136 സ്വകാര്യ ആശുപത്രികളിലായി 5,713 ബെഡുകളും ലഭ്യമാണ്. ഇത്തരത്തിൽ വളരെ സമഗ്രവും സുസജ്ജവുമായ സംവിധാനം ഈ ഘട്ടത്തെ നേരിടാൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവ കൂടുതൽ വിപുലമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക തന്നെയാണ് ചെയ്യുക. കഴിഞ്ഞ തരംഗത്തിൽ ഡിലേ ദ പീക്ക് എന്ന നയമാണ് സ്വീകരിച്ചതെങ്കിൽ ഇത്തവണ ക്രഷ് ദ കർവ് എന്ന സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അതിലൊന്നാമത്തേത് ബാക്ക് ടു ബേസിക്സ് അഥവാ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കിയും ഓരോരുത്തരും അവനവന് ചുറ്റും സുരക്ഷാ കവചം തീർക്കുക എന്നതാണത്. പ്രതിരോധത്തിൻ്റെ ആദ്യ പാഠം
വീഴ്ചയില്ലാതെ നടപ്പിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ ഫലപ്രദമാണ് മാസ്കുകളുടെ ശരിയായ ഉപയോഗം. അതോടൊപ്പം ബ്രേക്ക് ദ ചെയിൻ കൂടുതൽ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകണം. അക്കാര്യം ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തേ മതിയാകും. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും അവരുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ബ്രേക്ക് ദ ചെയിൻ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുറപ്പുവരുത്തണം. രണ്ടാമത്തെ പ്രധാന കാര്യം 3 Cകൾ 3 Cs ഒഴിവാക്കുക എന്നതാണ്. ക്രൗഡിങ്, ആളുകൾ കൂട്ടം ചേരുന്നത്; ക്ലോസ്ഡ് സ്പേസസ്, അടഞ്ഞ സ്ഥലങ്ങൾ; ക്ലോസ് കോണ്ടാക്ട്സ്, അടുത്ത് ഇടപഴകൽ. ഇവയാണ് ഒഴിവാക്കേണ്ടത്. ഇതൊഴിവാക്കേണ്ടത് അനിവാര്യമാണ്. രോഗവ്യാപനത്തിൻ്റെ തോത് ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂട്ടം ചേരുന്ന പരിപാടികൾ പരമാവധി ഒഴിവാക്കുന്നതാകും ഉചിതം. പ്രോട്ടോകോൾ പ്രകാരം അനുവദനീയമായതിൽ കവിഞ്ഞ എണ്ണം ആളുകൾ കൂടുന്ന ഒരു പരിപാടിയും സംഘടിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ ചെയ്യാവുന്നത് കഴിയാവുന്നത്ര അത്തരം പരിപാടികൾ ഒഴിവാക്കുക എന്നതാണ്. നടക്കുന്നവയിൽ ഏറ്റവും കുറച്ച് പങ്കാളിത്തം ഉറപ്പുവരുത്തണം. പെട്ടെന്ന് തന്നെ രോഗം പകരുമെന്നതുകൊണ്ട് അടഞ്ഞ ഇടങ്ങളിൽ കൂട്ടം ചേരുന്നതും ഒഴിവാക്കേണ്ടതാണ്. വാക്സിനേഷൻ പരമാവധി ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ നൽകുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇന്ത്യയിൽ വാക്സിൻ ഒട്ടും തന്നെ പാഴാക്കാതെ ഏറ്റവും വേഗത്തിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒരു ദിവസം 3.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വാക്സിൻ നൽകാനുള്ള സംവിധാനം ഇതിനകം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. 62,25,976 ഡോസ് വാക്സിനാണ്. 62,25,976 ഡോസ് വാക്സിനാണ് ഇതുവരെ സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. വാക്സിനുകളുടെ ദൗർലഭ്യമാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ പ്രതിസന്ധി തക്ക സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വാക്സിനേഷൻ പോളിസി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അതുപ്രകാരം വാക്സിൻ ഉൽപ്പാദകർ 50% വാക്സിൻ മാത്രം കേന്ദ്ര സർക്കാരിന് നൽകിയാൽ മതി. ബാക്കി 50% സംസ്ഥാനങ്ങൾക്കും പൊതുവിപണിയിലേക്കുമായി മാറ്റിവെക്കുകയാണ്. നിർമ്മാതാക്കളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാനാണ് സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കോവിഡ് മഹാമാരി കാരണം സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത നേരിടുകയാണ്. സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വലിയ പ്രയാസമുണ്ടാക്കും. കേന്ദ്ര ഗവൺമെന്റിന് 150 രൂപയ്ക്ക് ലഭിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക്
400 രൂപക്കായിരിക്കും നൽകുക എന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് 600 രൂപയും ഈടാക്കും. ഇത്തരത്തിൽ വാക്സിൻ്റെ വില കുതിച്ചുയർന്നാൽ കോവിഡ് പ്രതിസന്ധി തീർത്ത സാമ്പത്തിക വിഷമതകളിൽ ഉഴലുന്ന സംസ്ഥാനങ്ങൾ ഇത് കാരണം വലിയ പ്രതിസന്ധിയിലാകും. 45 വയസ്സിന് മുകളിലുള്ള 1,13,00,000 ആളുകൾക്ക് മെയ് 20-നുള്ളിൽ വാക്സിൻ നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നിത്യേന 2.5 ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ വാക്സിൻ ദൗർലഭ്യം കാരണം അത് തടസ്സപ്പെടുകയുണ്ടായി. ഇനി ദിവസേന 3,70,000 പേർക്ക് വിതരണം ചെയ്താൽ മാത്രമേ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനു പകരം സംസ്ഥാനങ്ങൾക്ക് അർഹമായ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തേ മതിയാകും. വാക്സിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യ പരിപാലനം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അത് നിറവേറ്റുന്നതിന് സംസ്ഥാനങ്ങൾക്കാവശ്യമായ ക്വാട്ട ഉറപ്പാക്കുകയും മഹാമാരിയുടെ സാഹചര്യത്തിൽ അത് സൗജന്യമായി നൽകുകയും വേണം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് നീങ്ങേണ്ടതുണ്ട്. ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിൻ്റെ കാര്യത്തിൽ പൊതുവിപണിയിലെ ബിസിനസ്സുകാരോട് മത്സരിക്കാൻ സംസ്ഥാനങ്ങളെ തള്ളിവിടരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. വാക്സിൻ കരസ്ഥമാക്കാൻ കേന്ദ്ര സർക്കാർ ചാനൽ എന്നതിനു പകരം കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും അടങ്ങുന്ന ഇടപെടൽ ഏറ്റവും പ്രധാനമാണ്. ഒന്നാം തരംഗത്തിൻ്റെ ഘട്ടത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായാണ് ഇടപെട്ടിരുന്നത്. അത് രോഗവ്യാപനം തടയുന്നതിനും രോഗം ബാധിച്ചവർക്ക് ആശ്വാസമെത്തിക്കുന്നതിനും വലിയ സഹായകരമായിരുന്നു. ഇപ്പോൾ പ്രായോഗികമായി ഉയർന്നു വന്നൊരു പ്രശ്നം, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്നു. അപ്പോൾ പഴയ അനുഭവമുള്ളവർ പലരും ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായിട്ടില്ല. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പലരും ഈ പ്രവർത്തനം നേരത്തെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നേതൃത്വപരമായി നിർവഹിച്ചവരുമല്ല. ഇതിനകം തന്നെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അവർ പൊതുപ്രവർത്തനത്തിലൂടെ പ്രതിനിധികളായി വന്നവരാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യ ധാരണ ലഭ്യമാകുന്നതോടെ ഫലപ്രദമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പം അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഫലപ്രദമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ ഇടപെടലാണ് ഒന്നാം തരംഗത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിച്ചത് എന്ന അനുഭവം പാഠമാക്കിക്കൊണ്ട് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ഫലപ്രദമായ പങ്ക് വഹിക്കണമെന്ന് കണ്ടിരിക്കുകയാണ്. ഇതിലൊരു കാര്യം ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും വീടുകളിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ഓരോ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലും ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഉച്ചഭാഷണിയിലൂടെയുള്ള മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ നാം പാലിക്കേണ്ട മുൻകരുതലുകളും മാനദണ്ഡങ്ങളും കൃത്യമായി അറിയിക്കുന്ന നില തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും രോഗവിവരങ്ങളും ആ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലുള്ള രോഗവിവരങ്ങൾ എന്താണ്, എത്ര കണ്ട് വ്യാപനം ശക്തിപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ കരുതൽ നടപടികൾ എടുക്കണം, ആ കാര്യങ്ങൾ നോട്ടീസ് വഴിയും പോസ്റ്ററുകൾ വഴിയുമൊക്കെ തദ്ദേശ സ്ഥാപന പരിധിയിൽ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടാവണം. This program co-presented by ICL.